ഇന്നത്തെ വീഡിയോ CBSE 10ാം ക്ലാസ്സിലെ 5th ചാപ്റ്റർ അരിത്തമെറ്റിക് സീക്വൻസ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻസ് എന്ന ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഇത് എക്സസൈസ് 5.2ലെ 19th ക്വസ്റ്റ്യൻ 20th ക്വസ്റ്റ്യൻ അതാണ് ഇന്ന് ചെയ്യുന്നത്. ഇതിനു മുമ്പുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ 5.2ലെ ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 5.2ൽ ലാസ്റ്റ് 2 ക്വസ്റ്റ്യൻസ്. ഇതിൽ 19th ക്വസ്റ്റ്യൻ. സുബ്ബറാവു started work in 1995 at an annual salary of 5,000 and received an increment of rupees 2,000 each year. In which year did his income reach 7,000? ഇത് നോക്കാം. ഇവിടെ ഈ നമ്പേഴ്സിനെ the number involved makes an arithmetic progression in which ഇവിടെ നമുക്ക് അറിയാവുന്നത് a is equal to ഇവിടുത്തെ ഫസ്റ്റ് ടൈം 5,000 ആണ്. അതുപോലെ ഇൻക്രിമെന്റ് കൂടി പോകുന്നതെന്ന് വിചാരിക്കാം. അത് റുപ്പീസ് 200 ആണ്. അപ്പോൾ നമുക്ക് d is equal to 200 എന്ന് എഴുതാം. ഇനി ഇൻ വിച്ച് ഇയർ ഡിഡ് ഹിസ് ഇൻകം റീച്ച് 7,000? ഇതിൻ്റെ nth ടൈം an ഈക്വൽ ടു അത് 7,000 ആണ്. അത് ഏത് ഇയറിലാണ്? അപ്പോൾ അവിടുത്തെ n എത്രയാണ്? n is equal to നമ്മൾ ക്വസ്റ്റ്യൻ മാർക്ക്. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ വെച്ചിട്ട് ആ പ്രോബ്ലം വെച്ചിട്ട് നമുക്ക് അരിത്തമെറ്റിക് സീക്വൻസ് ഉണ്ടാക്കുക എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിനെ സാധാരണ പോലെ സോൾവ് ചെയ്യാം. ഇവിടുത്തെ എന്നിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് nth ടൈമിൻ്റെ ഇക്വേഷൻ എഴുതാം. an ഈക്വൽ ടു a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d. അതായത് ഇവിടെ a എന്ന് പറഞ്ഞാൽ 5,000 ആണ്. 5,000 പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഇവിടുത്തെ d 200 ആണ്. 200 ഇസ് ഈക്വൽ ടു 7,000. അപ്പോൾ n മൈനസ് 1 ഇൻറ്റു 200 ഇസ് ഈക്വൽ ടു 7,000 മൈനസ് ഇവിടെയുള്ള പ്ലസ് 5,000നെ റൈറ്റ് സൈഡിലേക്ക് മാറ്റാം. 5,000. അപ്പോൾ n മൈനസ് 1 ഇൻറ്റു 200 ഈക്വൽ ടു 7,000 മൈനസ് 5,000 2,000. n minus 1 equal to 2,000 divided by 200 ആണ്. അപ്പോൾ n minus 1 equal to നമുക്ക് 10 എന്ന ആൻസർ കിട്ടും. അപ്പോൾ ഇവിടെ n is equal to 10 minus 1 അപ്പുറത്തേക്ക് കൊണ്ടുപോയി 10 plus 1 n is equal to 11 എന്ന് നമുക്ക് ആൻസർ കിട്ടുന്നു. Thus in 11th year his income reached 7,000. ഇതിലെ 20th question. Ramkali saved rupees 5 in the first week of a year and then increased her weekly savings by rupees 1.75. If in the nth week her weekly savings becomes rupees 20.75. Find n. ചെയ്ത് നോക്കാം. ഇവിടുത്തെ ഫസ്റ്റ് ടൈം സേവ്ഡ് 5 rupees ഇൻ ഫസ്റ്റ് വീക്ക്. അപ്പോൾ നമുക്ക് a is equal to 5 എന്നെടുക്കാം. ഫസ്റ്റ് വീക്ക് ഓഫ് എ ഇയർ ആൻഡ് ദെൻ ഇൻക്രീസ്ഡ് ഹെർ വീക്ക്ലി സേവിങ്സ് ബൈ 1.75. അപ്പോൾ നമുക്ക് ഇവിടെ d is equal to 1.75 എന്നെടുക്കാം. ഇഫ് ഇൻ ദ nth വീക്ക് ഹെർ വീക്ക്ലി സേവിങ്സ് ബിക്കം nth വീക്കിലാണെങ്കിൽ ഇവിടുത്തെ an ഈക്വൽ ടു 20.75 ആണ്. അപ്പോൾ nth വീക്ക് എത്രാമത്തെ വീക്കാണ്? അപ്പോൾ ഫൈൻഡ് n എന്നാണ് ക്വസ്റ്റ്യൻ മാർക്ക്. n is equal to ക്വസ്റ്റ്യൻ മാർക്ക്. ഇനി നമുക്ക് ഡയറക്റ്റ് ഇക്വേഷൻ നോക്കാം. an ഈക്വൽ ടു a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഈക്വൽ ടു എയുടെ 5 ആണ്. 5 പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡിയുടെ 1.75 ഈക്വൽ ടു ആൻസർ 20.75. അപ്പോൾ ഇവിടെ n മൈനസ് 1 ഇൻറ്റു 1.75 ഈക്വൽ ടു 20.75. ഈ 5നെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു മൈനസ് 5. n മൈനസ് 1 ഇൻറ്റു 1.75 ഈക്വൽ ടു 20.75 minus 5 15.75.
1.75. n minus 1 into 1.75 equal to 15.75. അപ്പോൾ നമുക്ക് n minus 1 equal to 15.75 divided by 1.75 equal to 9 എന്ന ആൻസർ കിട്ടി. അപ്പോൾ n minus 1 is equal to 9 നമുക്ക് കണ്ടുപിടിക്കേണ്ടത് n ആണ്. n minus 1 is equal to 9 ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ n is equal to 9 അവിടെ ഉണ്ട്. ഈ -1 അപ്പുറത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ പ്ലസ് ആയി +1. അപ്പോൾ n is equal to 10 എന്ന് നമുക്ക് ആൻസർ കിട്ടി. എന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഇഫ് ഇൻ ദ nth വീക്ക്, അതാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്, ഫൈൻഡ് n. അപ്പോൾ നമുക്ക് n is equal to 10 എന്ന് ആൻസർ കിട്ടി.